ഇൻസ്റ്റഗ്രാം എന്ന ട്രാപ്പിൽ വീഴാതെ 99% ആളുകളെക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് എങ്ങനെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാം. ഇൻസ്റ്റഗ്രാം യൂസേജ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇൻസ്റ്റഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്ന സമയം എന്റർടൈൻമെന്റിനോടൊപ്പം തന്നെ എക്സ്ട്രീംലി യൂസ്ഫുൾ ആക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോഴത്തെ പോലെ വെറും ഒരു ടൈം കില്ലറും ബ്രെയിൻ ഫ്രയറും മാത്രമായിരിക്കില്ല ഈ ഇൻസ്റ്റഗ്രാം. തൗസൻഡ്സ് ഓഫ് ആളുകൾ ഈ ഇൻസ്റ്റഗ്രാം വളരെ സക്സസ്ഫുൾ ആയിട്ടും പ്രൊഡക്റ്റീവ് ആയിട്ടും മാറ്റിയിട്ടുണ്ട്. മേ ബി മോണറ്റൈസും ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ സ്കില്ലുണ്ട് ഇല്ല എന്നുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾ വറി ചെയ്യേണ്ട. നിങ്ങൾ ഒരു ഹോം മേക്കർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവരൊക്കെ ചെയ്യുന്ന എന്ത് കാര്യമാണ് നമ്മൾ മിസ് ചെയ്യുന്നത്? ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ചെയ്യാത്ത എന്തോ ഒരു കാര്യം ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്കും ഇൻസ്റ്റഗ്രാം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. ബട്ട് ഗുഡ് ന്യൂസ്, ഇതത്ര പാടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് അത് ഫിഗർ ഔട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ഫോൺ അഡിക്ഷനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഡെഫിനറ്റ് ആയിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ ഒന്ന് കാണുക. പക്ഷേ ഞാൻ ക്വിക്കായിട്ടൊന്ന് പറയാം, നമ്മൾ ഈ ഷോർട്ട് ഫോം കോണ്ടന്റ് കാണുന്നത് കൊണ്ട് നമ്മുടെ ബ്രെയിനിന്റെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കുറയും, സ്ട്രെസ് ഒരുപാട് കൂടും, നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺ വല്ലാണ്ട് കൂടും, പലതരത്തിലുള്ള ഇമോഷൻസ് ഉള്ള റീൽസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസും അതേപോലെ തന്നെ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് നമ്മുടെ ബ്രെയിനിന്റെ ഹെൽത്തിന് ഒട്ടും നല്ല കാര്യമല്ല. ഇത് തന്നെയാണ് ഇൻസ്റ്റഗ്രാം ട്രാപ്പ്. അത് മാത്രമല്ല, നമ്മളെ ഈ ഇൻസ്റ്റഗ്രാമിലേക്ക് അഡിക്റ്റഡ് ആക്കി മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ക്രിയേറ്റേഴ്സ് അതിൽ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം മാത്രമല്ല, മിക്ക സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസും നമ്മളെ ഇതേപോലെ ഈ അഡിക്ഷന്റെ ട്രാപ്പിലോട്ടാണ് കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്രെയിനിനെ ഇത് ഷ്രിങ്ക് ചെയ്യും, നമ്മുടെ ബ്രെയിനിന്റെ ഇക്വിലിബ്രിയത്തിനെ ഇത് തകർക്കും. ഇത്രയൊക്കെ പേടിപ്പെടുത്തുന്ന കാര്യം ഞാൻ പറഞ്ഞാലും ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും പെട്ടെന്ന് തീരുമാനിക്കുമായിരിക്കും ഞാൻ ഇനി ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നത് കുറയ്ക്കും, അതല്ലെങ്കിൽ ഞാൻ ഫോൺ യൂസേജ് കുറയ്ക്കുമെന്ന്. ബട്ട് 10 മിനിറ്റിന് ശേഷം നിങ്ങൾ തിരികെ പോയി നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് പഴയ പോലെ തന്നെ ആയിരിക്കും നമ്മൾ എല്ലാവരും ബിഹേവ് ചെയ്യാൻ പോകുന്നത്. അതിനൊരേ ഒരു റീസൺ മാത്രമേ ഉള്ളൂ. നമ്മുടെ ബ്രെയിനിന്റെ സൈക്കോളജി ഇൻ ഡെപ്തിൽ പഠിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്റലക്ച്വൽ ജീനിയസസ് ആണ് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ യുദ്ധം നടക്കുന്നത് നമ്മൾ ഓരോരുത്തരും ആ ഇന്റലക്ച്വൽസും തമ്മിലാണ്. അതുകൊണ്ടാണ് നമ്മളിൽ മിക്ക ആളുകൾക്കും ആ യുദ്ധത്തിൽ ജയിക്കാൻ സാധിക്കാതെ പോകുന്നത്. ഓൾറൈറ്റ്, നിങ്ങൾ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ വെൽക്കം ഹോം. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നിങ്ങളുടെ ഫിനാൻസും ലൈഫും ഒക്കെ ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനാണ് ഞാനിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്റെ പ്രോമിസ് ആണ്. അപ്പോൾ ആ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റഗ്രാം അഡിക്ഷനിലേക്ക് നമ്മൾ വീഴാതിരിക്കാനായിട്ട് നമുക്ക് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്, സെറ്റ് എ ലിമിറ്റ്. കൃത്യമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഐദർ 30 മിനിറ്റ്സ്, 1 hour അല്ലെങ്കിൽ 1.5 hours വല്ല നമ്മൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് മുകളിൽ ഒരു കാരണവശാലും യൂസ് ചെയ്യാതിരിക്കാനും നോക്കുക. ഒരു ദിവസം 4 മണിക്കൂർ 5 മണിക്കൂർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം 30 മിനിറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ എന്നൊരു തീരുമാനം എടുത്താൽ ഒരിക്കലും അത് നടപ്പാക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഗ്രാജുവലായിട്ട് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, അൺഫോളോ അൺവാണ്ടഡ് ഫിൽത്തി പേജസ്. ഒട്ടും ക്രിയേറ്റീവ് അല്ലാത്ത, നിങ്ങളെ പലതരത്തിലും ഡിസ്ട്രാക്ട് ചെയ്യുന്ന വളരെ മോശപ്പെട്ട പേജസ് ഒക്കെ അൺഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, റിവ്യൂ യുവർ സെർച്ച് പേജ്. ഈ സെർച്ച് പേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ സെർച്ച് പേജിൽ വളരെ റാൻഡം ആയിട്ടുള്ള പോസ്റ്റ് ഒക്കെ ആയിരിക്കും നമ്മളെ കാണിക്കുന്നത്. പല സ്ഥലത്ത് നിന്നും മനസ്സിലാക്കിയത് വെച്ച് നമുക്ക് അറിയാൻ സാധിച്ചത് ഈ സെർച്ച് പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ആളുകളുടെയും ഇൻട്രസ്റ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെർച്ച് പേജ് എടുത്ത് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് അവിടെ മോശപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് കൂടുതലും അങ്ങനത്തെ കോണ്ടന്റ് ആണ് എന്നുള്ളതാണ്. സോ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ നിങ്ങളുടെ സെർച്ച് പേജ് റിവ്യൂ ചെയ്യാൻ ശ്രമിക്കുക. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്കുള്ള സൊല്യൂഷനാണ് ഞാൻ ഈ 3 സിമ്പിൾ സ്റ്റെപ്പിൽ കൂടെ ഞാൻ പറഞ്ഞത്. പക്ഷേ അപ്പോഴും നമുക്ക് വരുന്ന ഒരു ചോദ്യമുണ്ട്, ഇൻസ്റ്റഗ്രാം എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് യൂസ്ഫുൾ ആക്കി മാറ്റാം എന്നുള്ളത്. നമുക്കത് നോക്കാം. അതിനു മുമ്പ്, വാട്ട് ഇഫ് വി ഫോൾ ഇൻ ടു ദിസ് ട്രാപ്പ്? ഈ ഇൻസ്റ്റഗ്രാം ട്രാപ്പിലോട്ട് നമ്മൾ വീണാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് ഈ ഇൻസ്റ്റഗ്രാം അഡിക്ഷനിലേക്ക് നമ്മൾ വീണ് പോയാൽ, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ഒരു തരത്തിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലെറ്റ് മി ടെൽ യു എ സ്റ്റോറി. ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന മിക്ക ആളുകൾക്കും വളരെ പ്രിയങ്കരനായിട്ടുള്ള ആക്ടറുണ്ട്, കിയാനു റീവ്സ്, നമ്മുടെ ജോൺ വിക്കിലെ നായകൻ, അതല്ലെങ്കിൽ മെട്രിക്സിലെ നായകൻ. നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി എത്രത്തോളമാണ് റിയൽ വേൾഡിനെയും വെർച്വൽ വേൾഡിനെയും തമ്മിലുള്ള വ്യത്യാസത്തിനെ കുറച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളൊരു ടോപ്പിക്കിൽ കിയാനു റീവ്സ് ചെയ്ത ദ വെർജ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, അത് കിയാനു റീവ്സ് ഒരിക്കൽ ഒരു ഡയറക്ടറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അദ്ദേഹത്തിന് 3 കുട്ടികളുണ്ട്, 13, 14, 17 വയസ്സുള്ള 3 കുട്ടികൾ. അപ്പോൾ ആ കുട്ടികളൊന്നും ഈ മെട്രിക്സ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഡയറക്ടർ കിയാനു റീവ്സിനോട് പറയുന്നു, കുട്ടികൾ ഈ മെട്രിക്സ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിന്റെ സ്റ്റോറി കുട്ടികൾക്ക് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ കിയാനു റീവ്സ് ഈ കുട്ടികൾക്ക് ഈ മെട്രിക്സ് എന്ന് പറയുന്ന സിനിമയുടെ കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുന്നു. ഒരു വെർച്വൽ വേൾഡിൽ ജീവിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഒരിക്കൽ റിയലൈസ് ചെയ്യുന്നു ശരിക്കും ഒരു റിയൽ വേൾഡ് ഉണ്ട് എന്ന്. അതിനുശേഷം അദ്ദേഹം ഏതാണ് റിയൽ ഏതാണ് വെർച്വൽ എന്നുള്ളൊരു കോൺഫ്ലിക്റ്റിൽ കൂടെ കടന്നു പോകുന്നതാണ് ഈ സിനിമ എന്ന് കിയാനു റീവ്സ് ഈ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അതുമാത്രമല്ല, എന്താണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിന്റെ സ്ട്രഗിൾ ആണ് ഈ സിനിമയിൽ കൂടെ കാണിക്കുന്നത് എന്നും ഈ കുട്ടിക്ക് കിയാനു റീവ്സ് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി കിയാനു റീവ്സിനോട് ചോദിച്ച ചോദ്യം, വൈ? ഹൂ കെയർസ് ഇഫ് ഇറ്റ് ഈസ് റിയൽ? അതായത് അത് റിയൽ ആണോ അല്ലയോ എന്നുള്ളത് എന്തിന് നമ്മൾ കെയർ ചെയ്യണം എന്നാണ് ആ കുട്ടി അദ്ദേഹത്തിനോട് ചോദിച്ചത്. കിയാനു റീവ്സ് വളരെ അമേസ്ഡ് ആയിട്ട് ആ കുട്ടിയോട് ചോദിക്കുന്നു, എന്താണ് ഇത് റിയൽ ആണോ വെർച്വൽ ആണോ എന്നുള്ളതിൽ ഒരു റിലവൻസും ഇല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ കുട്ടി വീണ്ടും പറയുന്നു, നോ.
അതൊരു വലിയ റിയലൈസേഷൻ ആയിരുന്നു എന്ന് കിയാനു റീവ്സ് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ടു ആൻ എക്സ്റ്റെൻറ്റ് ആ കുട്ടിയുടെ ആ ഒരു മറുപടി എനിക്ക് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു VR വെച്ചിട്ട് ഞാൻ സ്പേസിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. എനിക്ക് ഈ ഭൂമിയുടെ പല കോണിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളെല്ലാം അവരെല്ലാവരും അവരുടെ വീട്ടിലിരുന്നുകൊണ്ട് VR വെച്ച് എൻ്റെ കൂടെ സ്പേസിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ VR എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. VR എന്ന് വെച്ചാൽ ഒരു വെർച്വൽ ഗ്ലാസ് ആണ്. ആ ഗ്ലാസ് വെച്ചതിന് ശേഷം ഞാൻ കാണുന്നതെല്ലാം മറ്റൊരു സ്ഥലത്തായിരിക്കാം. സോ ഫോർ എക്സാമ്പിൾ, എനിക്ക് സ്പേസിലോ അതല്ലെങ്കിൽ ചന്ദ്രനിലോ എവിടെ വേണമെങ്കിലും എനിക്ക് ട്രാവൽ ചെയ്യാം, യാത്ര ചെയ്യാം. അതിനുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ കൂടെ തന്നെ മറ്റ് പല ആൾക്കും ട്രാവൽ ചെയ്യാം. അവരെല്ലാം റിയാലിറ്റിയിൽ എൻ്റെ കൂടെ വേണമെന്നൊരു നിർബന്ധമില്ല. അവർ പല സ്ഥലത്ത് നിന്നും അവർക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ സ്പേസിൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ ഫാമിലിയായിട്ട് ഞാനിങ്ങനെ യാത്ര ചെയ്യുകയാണ് VR വെച്ചിട്ട്. അതിനുശേഷം മേ ബി കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരോടും ആഹാരം കഴിക്കുകയാണ്. പക്ഷേ ഇൻ റിയാലിറ്റി ഞാൻ ഇവിടെ നിന്നാണ് ആഹാരം കഴിക്കുന്നത്. പക്ഷേ VR കൂടെ കാണുമ്പോൾ എനിക്ക് എല്ലാവരെയും കാണാം, എല്ലാവരോടും സംസാരിക്കാം. അങ്ങനെ ഒരു വെർച്വൽ വേൾഡ് എനിക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാം. പക്ഷേ ഞാൻ നല്ല അവെയർ ആണ് ഇത് റിയാലിറ്റി അല്ല എന്നുള്ളത്. ഇത് റിയാലിറ്റി അല്ല എന്നുള്ള എൻ്റെ കോൺഷ്യസ്നെസ്സിനെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കത് 100% എൻജോയ് ചെയ്യാൻ സാധിച്ചേക്കാം. ബട്ട് അത് റിയാലിറ്റി അല്ല, അത് വെർച്വൽ ആണ് എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ആ വെർച്വൽ വേൾഡിൽ തന്നെ ജീവിക്കുവാണെങ്കിൽ എനിക്കത് ഒരിക്കലും എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. വളരെ വളരെ സിമിലറാണ്. നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസിൽ കൂടെ യാത്ര ചെയ്ത് നമ്മളൊരു വെർച്വൽ വേൾഡിലേക്കാണ് വീഴുന്നത്. ഒരു നിമിഷം നമ്മളൊരു ക്രിക്കറ്റർ ആവും, അതിനുശേഷം റൊണാൾഡോ ആവും, അതിനുശേഷം ക്രിസ്റ്റ്യൻ ബെയിൽ ആവും, പിന്നെ കിലിയൻ മർഫി ആവും, അതിനുശേഷം തഗ്ഗടിക്കുന്ന ഏതെങ്കിലും ഒരു സിനിമ ക്യാരക്ടർ ആവും. അങ്ങനെ ഇഷ്ടം പോലെ ഒരു വെർച്വൽ വേൾഡിലൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ ഈ റീൽസിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ റിയൽ വേൾഡിൽ, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു റിയൽ വേൾഡിൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് വലിയ ഡ്രീംസ് ഉണ്ടെങ്കിൽ, അതിലേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ഫോക്കസ്ഡ് ആണെങ്കിൽ നമ്മൾ ആ വെർച്വൽ വേൾഡിൽ നിന്നും ഇറങ്ങി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഡ്രീം നമ്മൾ എല്ലാവരും നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കണം. ഇനി നിങ്ങൾക്ക് ആ വെർച്വൽ വേൾഡിൽ നിന്ന് ഒട്ടും ഇറങ്ങി വരാൻ സാധിക്കുന്നില്ല, ഈ ഒരു മോട്ടിവേഷൻ കൊണ്ടോ അതല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രീം സെറ്റ് ചെയ്തുകൊണ്ടോ നമുക്ക് തിരികെ ഇറങ്ങി വരാൻ ഒട്ടും സാധിക്കുന്നില്ലെങ്കിൽ നമ്മളൊരു നല്ല ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് എടുക്കുന്നതുകൊണ്ടോ ഒരു പ്രോബ്ലവും ഇല്ല. ഇനി ഇൻസ്റ്റഗ്രാം കൊണ്ട് നമുക്ക് യൂസ് ഉണ്ടാവണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ മോഡൽ ആവണോ, ഇൻസ്റ്റഗ്രാമിൽ ഡാൻസ് കളിക്കണോ? ഇനി അതൊന്നുമല്ല, ഇൻസ്റ്റഗ്രാമിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണോ ഇൻസ്റ്റഗ്രാം കൊണ്ട് ഉപയോഗം ഉണ്ടാവുന്നത്? നമ്മൾ ഇൻസ്റ്റഗ്രാം തുറന്നു നോക്കിയാൽ അങ്ങനത്തെ റീൽസ് ആയിരിക്കും നമ്മൾ കൂടുതൽ കാണുന്നത്, അതല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് കോണ്ടന്റ് ആയിരിക്കും നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കൂടുതലായിട്ട് കാണുന്നത്. സ്പെസിഫിക് ആയിട്ടും ഇൻസ്റ്റഗ്രാമിൽ നിന്നും പൈസ ഉണ്ടാക്കുന്ന ആളുകൾ ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാകുന്നത്. ബട്ട് ഡെഫിനറ്റ് ആയിട്ടും അങ്ങനെ ആവണമെന്നില്ല. നമ്മുടെ ചുറ്റുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇതിനെ വളരെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തൊട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ വരെ ഇതിന്റെ പോസിറ്റീവ് സൈഡ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ബിസിനസ്സിനെയും അവരുടെ പ്രൊഡക്ടിവിറ്റിയെയും അവരുടെ ലൈഫിനെയും സ്കെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിനെ നമ്മുടെ സോഷ്യൽ മീഡിയയും ഒക്കെ ഒഴിവാക്കണം എന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ എല്ലാവരും ഇപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല. അത് മാത്രമല്ല, പേഴ്സണലി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഇടാറുണ്ട്. അങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഓഡിയൻസ് കാണുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്ന ഞാൻ ഇവിടെ യൂട്യൂബിൽ വന്ന് നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ഡബിൾ സ്റ്റാൻഡ് തന്നെ ആയിരിക്കും. അത് മാത്രമല്ല, എല്ലാ ആളുകളും കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാം യൂസേജ് സ്റ്റോപ്പ് ചെയ്യണം, സോഷ്യൽ മീഡിയ യൂസേജ് സ്റ്റോപ്പ് ചെയ്യണം എന്ന് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരാളും അല്ല ഞാൻ. അതിന് കാരണം ലോകത്തിലുള്ള എന്തിനെ പോലെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉള്ളൊരു കാര്യം മാത്രമാണ് ഈ ഇൻസ്റ്റഗ്രാമോ മറ്റ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസും. ഞാൻ നേരത്തെ പറഞ്ഞ ഇത് വളരെ പോസിറ്റീവും സക്സസ്ഫുള്ളും ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ 4 കാര്യങ്ങളിലാണ് അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അവർ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ പോലും, ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുവാണെങ്കിൽ പോലും. ഒന്നാമത്, അണ്ടർസ്റ്റാൻഡിങ് ദ വേൾഡ് ആൻഡ് ഇറ്റ്സ് ട്രെൻഡ്സ്. അതായത് ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്, ഈ ലോകത്തിന്റെ ട്രെൻഡ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇവർ ശ്രമിക്കും. ഇത് ബിസിനസ്സുകാർക്ക് മാത്രമല്ല, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ നമ്മുടെ ലോകം എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത് എന്നുള്ള ഏറ്റവും പുതിയ ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്, ടു ഷോക്കേസ് ദെയർ പൊട്ടൻഷ്യൽ ആൻഡ് സ്കിൽസ്. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു ഹോം മേക്കർ ആയിക്കോട്ടെ, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു 9 to 5 ജോലി ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അവർക്ക് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് അവർക്ക് ഷോക്കേസ് ചെയ്യാനും ആ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാനുമായിട്ട് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. നമുക്കുള്ള ഒരു സ്കിൽ അതിന്റെ ഏറ്റവും ഇനീഷ്യൽ ഫേസിലാണെങ്കിൽ പോലും അത് ഷോക്കേസ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടുക, അവിടെ നിന്നും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം എടുക്കാനും അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിനെ പോസിറ്റീവായിട്ട് അബ്സോർബ് ചെയ്ത് കൂടുതൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനും കിട്ടുന്ന ഒരു അവസരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഇനി മൂന്നാമതായിട്ട്, ടു ഐഡന്റിഫൈ അവന്യൂസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദംസെൽവ്സ്. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്, ഇവരൊക്കെ ചിന്തിച്ചിരുന്നത്, എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തതും എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതുമായിട്ടുള്ള ആളുകളുണ്ട്, അവരൊക്കെ ചിന്തിച്ചിരുന്നത് അവർക്ക് സംസാരിക്കാൻ കഴിവില്ല, അതല്ലെങ്കിൽ അവർക്ക് ഡാൻസ് ചെയ്യാൻ കഴിവില്ല, അവർക്ക് പെർഫോം ചെയ്യാൻ കഴിവില്ല എന്നൊക്കെ ആയിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്ന സമയത്ത് അവരുടെ തന്നെ കംഫർട്ടിൽ ഇരുന്നുകൊണ്ട് അവർക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാനും പുതിയ അവന്യൂസ് ട്രൈ ചെയ്യാനും അവിടെ നിന്നും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീൽഡിലേക്കോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് ജീവിക്കാനോ കഴിയുന്ന തരത്തിലേക്ക് മാറാനും അവർക്ക് സാധിക്കാറുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ എക്സാമ്പിൾസ്
എക്സാമ്പിൾസ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി നാലാമത് മാസ്റ്റർ ഹ്യൂമൻ സൈക്കോളജി. നമ്മുടെ ഹ്യൂമൻ സൈക്കോളജി ഏറ്റവും പീക്ക് ലെവലിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഒരാളല്ല, രണ്ടാളല്ല, മില്യൺസ് ഓഫ് ആളുകൾ ഒരു കാര്യത്തിന് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സോഷ്യൽ മീഡിയയെക്കാളും വലിയ ഒരു റെഫറൻസ് ഒരാൾക്കും ആവശ്യമില്ല. നിങ്ങളൊരു പ്രോഡക്റ്റ് സെല് ചെയ്യുവാണെങ്കിലോ നിങ്ങളൊരു സർവീസ് സെല് ചെയ്യുവാണെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നതിന് മുമ്പോ ആളുകൾ ഇതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും, എങ്ങനെയായിരിക്കും ആളുകളുടെ സൈക്കോളജി എന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു റെഫറൻസ് ആയിട്ട് പല കമ്പനികളും പല ആളുകളും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ പോലും അറിയാതെ പല സമയത്തും നമ്മൾ എല്ലാവരും ഈ ട്രാപ്പിൽ പോയി വീഴാറുമുണ്ട്. ഇതൊരു ട്രാപ്പ് എന്ന് വിളിക്കുമെങ്കിലും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഒരു സർവേയിൽ കൂടെ മാത്രം കിട്ടുന്ന ഡീറ്റെയിൽസ് വളരെ സിമ്പിൾ ആയിട്ട് ഒരു റീലിൽ കൂടെ ഒരു പോസ്റ്റിൽ കൂടി ഈ കമ്പനീസ് ഉണ്ടാക്കിയെടുക്കുന്നതും പല സമയത്ത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ 4 പോയിന്റ്സ് പറഞ്ഞെങ്കിലും നമ്മൾ എല്ലാവരും നോട്ട് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് പ്രൊഡക്റ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇൻ ദ ഫസ്റ്റ് പ്ലേസ് നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് തന്നെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. ഒന്ന് റിലാക്സ് ചെയ്യാനായിരിക്കാം, അതല്ലെങ്കിൽ സോഷ്യലൈസ് ചെയ്യാനായിരിക്കാം, അതല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫോർ എന്റർടൈൻമെന്റ് ആയിരിക്കാം. സോ നമ്മൾ ആ റിലാക്സ് ചെയ്യാനോ സോഷ്യലൈസ് ചെയ്യാനോ എന്റർടൈൻമെന്റിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ആ സമയം കൂടി നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഒരു വർക്കായിട്ട് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിനോട് തന്നെ ചെയ്യുന്ന വലിയൊരു ദ്രോഹം തന്നെ ആയിരിക്കും. റിലാക്സിങ്ങും എന്റർടൈൻമെന്റും സോഷ്യലൈസിങ്ങും ഒക്കെ നമുക്ക് വേണ്ടേ? ഡെഫിനറ്റ് ആയിട്ടും വേണം. ഞാൻ ഈ മേളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഫോളോ ചെയ്തില്ലെങ്കിലും 100% ഇൻസ്റ്റാഗ്രാം നമുക്ക് ഈ പറഞ്ഞ എന്റർടൈൻമെന്റിനായിട്ടും റിലാക്സിങ്ങിനായിട്ടും ഒക്കെ ഉപയോഗിക്കാം. നമുക്ക് പ്രോപ്പറായിട്ട് അതിന് ലിമിറ്റ് സെറ്റ് ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാമെങ്കിൽ, നമുക്ക് നമ്മുടെ ബൗണ്ടറീസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അത് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ വൈ നോട്ട്? ഈ മേളിൽ പറഞ്ഞ കാര്യം ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയും നേരം ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞ മിക്ക കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൊന്നും വലിയ കൺഫ്യൂഷൻ ഉണ്ടാവാൻ വഴിയില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ വീഡിയോ മുഴുവൻ ഒന്നുകൂടെ ഒന്ന് കാണുക. നിങ്ങളുടെ വളരെ നല്ല കഴിവുള്ള ഒരു ഫ്രണ്ടോ റിലേറ്റീവോ ആരെങ്കിലും ഒരാൾ അവരുടെ ബ്രെയിൻ ഫ്രൈ ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മാത്രം ഉള്ളതല്ല, അവർക്കും കൂടി ഉള്ളതാണ്. അവർക്ക് ഇത് അയച്ചു കൊടുക്കാൻ മറക്കരുത്.